വന്നേ, വാ, ഇങ്ങോട്ട് കേറി വാ. ദേ ഈ ചേട്ടൻ തരും, അതന്നെ ഞാൻ കൊടുത്തോളാം. കൈകൂടി നേരിട്ടാ കൊടുത്തോ, അതിനെന്താ? നിന്നെ ഞാൻ തടി എത്തിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്കെന്തെങ്കിലും വാ, വന്നേ, ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാ, അവിടെ നിക്ക്. ദേ ചേട്ടാ, ഒരു ആന ഉള്ളോക്കീനെടുത്തോ. നമസ്കാരം. വാ, വന്നേ, വാടി, വാ. നിക്ക് 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 നിക്ക്. തന്റെ സ്റ്റീൽ കട ഇനി സ്വർണ്ണക്കടയാവും, ഓർത്തോ. വാ, ഇവിടുന്ന് കാശ് കിട്ടി. വാ, ഇങ്ങോട്ട് വായോ. വന്നേ, സന്തോഷം, നന്നായി വരും. വാ, എന്താ ഇവിടെ ബിസ്ക്കറ്റ്? വാ, ഇവിടെ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്, വായോ. വാ, ലക്ഷ്മി സരസ്വതി രക്ഷിക്കണേ. അതിന്റെ പേര് ശ്രീവിദ്യ എന്നുള്ള, പിന്നെ സരസ്വതി ഗിരിസ്വതി പറഞ്ഞ എന്തിനാ കുട്ടി? പോയെടുത്തുണ്ടോ? ഈ ആനയുടെ അനുഗ്രഹത്തിന് പാണ്ഡ്യനാട്ടിലാണ് പറ്റിയ മാർക്കറ്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ആട്ടുപൊങ്കൽ മാട്ടുപൊങ്കൽ എന്നൊക്കെ? അതുപോലെ ഒരു ആനപ്പൊങ്കൽ ഉണ്ടായിക്കളയാം, നല്ല കാശ് കിട്ടും. അതിലും നല്ല സ്ഥലം തിരുപ്പതിയാ. ഈ ആന എന്ന് പറഞ്ഞാൽ ദൈവമാ. രാവിലെ തൊട്ട് തൊഴ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കും. നല്ല സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ അല്ലാച്ചനെ ദക്ഷിണ ഇനത്തിൽ തന്നെ നല്ല പരിപാടി. ഞാനിപ്പോ ഇതിനെ എവിടെ കൊണ്ടുപോകണം നിങ്ങൾ പറയണേ? മിസ്റ്റർ, നിങ്ങൾ ആനയെ കൊണ്ട് തെണ്ടിക്കുകയാണല്ലേ? തെണ്ടിക്കേ? നിങ്ങൾ ആനയെ കടകൾ തോറും കൊണ്ടു നടന്ന് തെണ്ടിക്കുകയാണെന്നും ശരിക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. We got information. നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ്. പെറ്റ് ലവേഴ്സ്, അതായത് ജന്തു സ്നേഹികൾ. അത് രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. ആനക്ക് ഭക്ഷണം കൊടുക്കാൻ വല്ല കാശും തന്ന് സഹായിക്കാൻ വന്നതാണോ? ആനയ്ക്ക് ഗ്രാൻഡ് കൊണ്ടുവരാൻ വന്നതായിരിക്കും, സർക്കാരിന്റെ. മിണ്ടരുത്. മിണ്ട പ്രാണികളായ ജന്തുക്കളെ നിങ്ങൾ കഷ്ടപ്പെടുത്തിയാൽ ഞങ്ങൾ മൃഗസംരക്ഷണ മന്ത്രിക്ക് കമ്പി അടിക്കും. This is first warning for you. Yes, exactly. ഞങ്ങൾക്ക് ചെലവായ കാശിങ് തന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ കുന്തത്തിന് ഞങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവേ തൽക്കാലമുള്ളൂ. ആനയെ വാങ്ങുമ്പോ എത്ര കിലോ ഉണ്ടായിരുന്നു? അന്ന് തൂക്കം നോക്കില്ല, മിനിഞ്ഞാന്ന് തൂക്കം നോക്കിയപ്പോ എത്രയടി? 75 കിലോ. 75 കിലോ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അല്ല, ആനയുടെ തൂക്കമാ ചോദിച്ചത്. തൂക്കി നോക്കിയില്ല. ഉദ്ദേശം എത്ര കിലോ വരും? നിങ്ങൾ എന്താ ഇറച്ചി വെച്ചാരാ? വന്നപ്പോഴേ ഇങ്ങനെ തൂക്കം അന്വേഷിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാണ്. ഒരു കാര്യം മാത്രം ഓർത്തോണം, ഈ ആനയുടെ ആരോഗ്യത്തിനോ ജീവനോ എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യും. This is last and final warning for you. എന്താ? ഒന്നുമില്ല. പിന്നെ വിളിച്ചത്? മാഷ് എന്നാ പോവാ? എന്റെ ജോലി തീരുമ്പോ. എന്താ ചോദിച്ചത്? അച്ഛനെ വേഗം ഹിന്ദി പഠിപ്പിക്കണ്ട. അതെന്താ? അച്ഛൻ പഠിച്ചു കഴിഞ്ഞാ മാഷ് പോവൂലേ? പിന്നെ പോകാതെ? അപ്പോ അച്ഛനെ പതുക്കെ പഠിപ്പിച്ചാ മതി. ഞാൻ പോകണ്ടെന്നാണോ? നിന്റെ പണി ഞാൻ കഴിക്കടാ തെണ്ടി. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കുട്ടികളെ. അയ്യടാ, നിന്ന് കുണുങ്ങുന്നുണ്ടല്ലേ? ഇപ്പൊ ക്ലിയർ ആയി. എന്ത്? ഷീ ലവ്സ് മീ, വഹ് മുझसे प्यार करती है. ये मेरा प्रेम पत्र पढ़कर ये तुम नाराज ना होना, ये तुम. അയ്യപ്പൻ നായർ, അയ്യപ്പൻ നായരില്ലേ?
എന്താ? ഞാൻ തഹസീൽദാരുടെ ഓഫീസിൽ നിന്നാ ഒരു നോട്ടീസ് ഉണ്ട്. നോട്ടീസ്? ഇതിന് നോക്കട്ടെ. ദാ ഇവിടെ. ആ അതെ. എന്താ അത്? മോളി ഒന്ന് വായിച്ചേ. എന്താ? എന്താന്ന് നോക്കട്ടെ മാധവി. ആനയെ ജപ്തി ചെയ്യാനുള്ള നോട്ടീസാ. 10 മാസത്തെ കുടിശ്ശിക 7 ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ ആനയെ ജപ്തി ചെയ്യുമെന്ന്. ഇത് എവിടെ പോയിരിക്കുക? മോളെ, അച്ഛനെന്തിയെ? ആ, ഞാൻ കണ്ടില്ല. അച്ഛൻ എവിടെ പോയി? നോക്കൂ, എവിടെ പോയണാവോ? നിങ്ങൾ ഇവിടെ വന്നിരിക്കുക? മാധവി, ഇവള് നമ്മളെ വിട്ടു പോവോ? നിനക്കറിയോ മാധവി, ആരാന്റെ ആനകളുടെ പാപ്പാനായി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അന്നും ആനകളെയൊക്കെ കൈമാറുമ്പോ ഉടമസ്ഥരെക്കാൾ വേദനിച്ച് ഞാനാ. എന്റെ കാർത്തികയില്ലേ, നമ്മുടെ മോള്, അവളെപ്പോലെ തന്നെയാ എനിക്കിവളു. അയ്യപ്പൻ ആശാൻ പേടിക്കാണ്ടിരിക്കുക. ഓഫീസിൽ ജപ്തി നോട്ടീസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ. ആഫീസിൽ വെറുതെ ഇരിക്കുമ്പോ ഓരോന്ന് എടുത്ത് അയച്ചിട്ട് മനുഷ്യൻ ഇറങ്ങാറാക്കല്ലേ. ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. 3ാമത്തെ നോട്ടീസാ. സർക്കാർ കാര്യമല്ലേ, എത്ര നോട്ടീസ് വേണമെങ്കിലും വന്നോട്ടെ, നമുക്കൊരു തടയിട്ട് കൊടുത്ത പോലെയാണ്. അയ്യോ, ഇയാൾ എന്ത് കൊരങ്ങളി കളിക്കണേ? അല്ലാശാനെ, നമുക്ക് തഹസിൽദാർക്ക് കുറച്ച് രൂപ കൊടുത്താലോ? അതിന് അയാൾ കാശ് മേടിക്കോ? അയാള് നേരിട്ട് വാങ്ങിക്കൂല. അയാളുടെ അനിയൻ തമ്പിക്കുഞ്ഞിന്റെ കൊണ്ടുകൊടുത്ത കാര്യം നടക്കും. അത് ശരിയാ. അയ്യപ്പൻ ആശാൻ ഒരു 500 രൂപ ഒപ്പിച്ചെന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. 500 രൂപ ഞാൻ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കാനാ? എവിടെന്നെങ്കിലും ഉണ്ടാക്കിയാ പറ്റൂ, അല്ലെങ്കിൽ ആനയായിട്ട് അവര് പോവും. ആഹാ, ഇതേ വലിയ ശല്യായില്ലേ? ഇവിടെ ജീവിതം വഴിമുട്ടി നിൽക്കുക. ഞാനിവിടെ സംസാരിച്ചപ്പോ ഇത് ഇളകി, അത് അറിയാതെ അറിയാണ്ട്. ആ. പേപ്പട്ടിയെ കടിച്ചു മരിച്ചു. പട്ടിയെ കടിച്ചു മരിച്ചോ? അയ്യോ അല്ല, പേപ്പട്ടി കടിച്ചു മരിച്ചു. ഓ, നല്ല പുത്രൻ. വേറെ വായിക്കടാ. കുവൈറ്റിൽ നിന്നും എണ്ണ ലഭിക്കില്ല. വേണ്ടടാ, ആർക്ക് വേണം അവന്റെ എണ്ണ? നമുക്ക് പാമോയില് കിട്ടിയാ പോരടാ. തമ്പിക്കുഞ്ഞേ, ഒരു മിനിറ്റ്. അമ്മജി, ഇത് നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോഴേ നമ്മുടെ അയ്യപ്പൻ നായർ ആനയെ ജപ്തി ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് കിട്ടി. ലോൺ അടക്കണ്ടെന്ന് ഒരു ഉദ്ദേശവും ഇല്ല, അടക്കണം തന്നെയാ. പിന്നെ എന്താ, കുറച്ച് ദിവസം വേണം, ഒരു 4-5 ദിവസം ഈ പാവത്തിന് വേണം. ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നതല്ലേ. അമ്മച്ചിക്ക് അത് മനസ്സിലാകും. ഉള്ള കാര്യം പറയാമല്ലോ. അമ്മച്ചിയുടെ മോനാണ് തഹസീൽദാരെങ്കിലും അമ്മച്ചിയുടെ ദയയും സഹാനുഭൂതിയും കൈപ്പുണ്യൊന്നും അമ്മച്ചിയുടെ മോന് കിട്ടിയിട്ടില്ല. എന്നെ വേണമെങ്കിൽ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. വേറൊന്നും പറയരുത്, അമ്മച്ചി ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ കൈകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്റെ മക്കളെ. ഒന്നും മോഹിച്ചിട്ടല്ല. ഈ കാശ് ഞാൻ വാങ്ങണത് നിങ്ങളുടെ ഒരു ധൈര്യത്തിനാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കയ്യിൽ കാശുള്ളവർ സർക്കാരിൽ നിന്ന് കടം മേടിക്കോ? ഇല്ല. അവനൊരു നോട്ടീസ് അയച്ചാൽ മതി, മറ്റുള്ളവരെ വിഷം അറിയണ്ടല്ലോ. ഇതൊക്കെ മോളി ചെല്ലുമ്പോ എണ്ണി എണ്ണി ചോദിക്കും. മേലാൽ ഇത്രയും ശുപാർശയായിട്ട് എന്റെ മുമ്പിൽ വന്നു പോരുത്. സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. അണ്ടർസ്റ്റാൻഡ്? പൊയ്ക്കോ. ഇത്ര
ഇത്രയും നാളായിട്ട് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂസ്ലെസ്. കാശ് അമ്മച്ചിയുടെ കൊടുത്ത വിവരം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും പേടിക്കാനില്ല. പിന്നെ ചേട്ടൻ നിങ്ങളുടെ മുമ്പ് ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കില്ല. ചിലപ്പോൾ ചൂടായെന്നും ഇരിക്കും. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ആ, ഒരു കാര്യം, ചേട്ടൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. അതിന്റെ അർത്ഥം എല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു എന്നാണ്. എന്താ നോട്ടീസ് കിട്ടിയില്ലേ? ഓ സാർ കിട്ടി. ഇവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നോണ്ട് കാര്യമൊന്നുമില്ല. അണ്ടർസ്റ്റാൻഡ്? ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് തന്ന ആന എന്റെ തറവാട്ട് വകയൊന്നുമല്ല, അത് സർക്കാരിന്റെ വകയാ. എത്രയും പെട്ടെന്ന് കാശ് അടച്ചില്ലെങ്കിൽ അതിനെ ഞങ്ങൾ ജപ്തി ചെയ്തുകൊണ്ടു. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ.